കുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. And yes, ready for another day. വണ്ടിയൊക്കെ പാക്ക് ചെയ്തു സെറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരാൾക്കുള്ളത് പാക്കി. ഈ കന്നാസ് എന്താന്ന് ചോദിക്കരുത്, ഡീസലാണ്, ചെയിൻ ക്ലീൻ ചെയ്യാൻ. മോട്യൂള് C1 ഇവിടെ എവിടെയും കിട്ടാനില്ല. ഇവിടെ ചെയിൻ ക്ലീനറുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല. കൽക്കത്തയിലും ഉണ്ട്. കൽക്കത്തയിൽ ഞാൻ കിട്ടാവുന്ന കടകളിലെല്ലാം ചോദിച്ചു. പിന്നെ കവാസാക്കിയുടെ ഒരു ആക്സസറി ഷോപ്പ് ഉണ്ട് അവിടെയാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയും. അത്രയും കാശ് കൊടുത്ത് മേടിക്കണേ നല്ലത് 100 രൂപ കൊടുത്ത് ഡീസൽ മേടിക്കണേണെന്ന് എൻ്റെ മനസ്സിൽ ചിന്തയുദിച്ചു. സോ ആൻഡ് ഫോർ another day and another place. ഏത് സൈഡിലേക്ക് പോവും? അടുത്തോട്ട് തന്നെ പോവാല്ലേ? വഴിന്ന് മാറടാ മുണ്ടക്കൽ ശേഖര. വാ ബൂട്ടി ബ്യൂട്ടി കൊൽക്കത്ത സിലിഗുരി ബ്യൂട്ടി, വെസ്റ്റ് ബംഗാൾ സിലിഗുരി ബ്യൂട്ടി. ഇവിടെയും നേപ്പാളി ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ഞാൻ ഇന്നലെ രാത്രി കുറെ ശ്രദ്ധിച്ച്. ഇന്നലെ രാത്രി എനിക്ക് റൂമിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു പുള്ളിനോട് ചോദിച്ചില്ലേ സസ്താവാല റൂം എവിടെ കിട്ടുമെന്ന്. പുള്ളി എനിക്ക് സസ്താ റൂം പറഞ്ഞു തന്നത് നമ്മുടെ മധുര മീനാക്ഷി ലോഡ്ജ് പോലെയാണ്. മനസ്സിലായി കാണുമല്ലോ. സോ ഞാൻ അവിടെ എടുത്തില്ല. ആ പുള്ളി പറഞ്ഞിടത്തുനിന്ന് 2 റൂം അപ്പുറേ വേറൊരു സ്റ്റേ എടുത്തു. എല്ലാം സെറ്റായി. യെസ്, ഇന്നലത്തെ റൈഡ് ചുരുക്കത്തില് എന്താ ഇപ്പൊ പറയാ, എങ്ങനെ ഇപ്പൊ പറയാ, എനിക്കറിയില്ലല്ലോ ഉണ്ണി. ഇന്നലെ എനിക്ക് ചെറിയ പനിയുടെ ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ ആക്ച്വലി. പനി എന്ന് പറയാൻ പറ്റില്ല, ഒരു തൊണ്ടയടപ്പും മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. സോ ഞാൻ ഇന്നലെ അധികം വീഡിയോസ് എടുക്കായിരുന്നു. പിന്നെ ഇന്നലെ ബേസിക്കലി ഫുൾ യാത്രയായിരുന്നു, നോൺ സ്റ്റോപ്പ് യാത്ര. അത് ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ റോഡ്സ്. പക്ഷെ ഇന്നലെ കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയെന്ന് പറഞ്ഞ സ്ഥലമല്ലേ, എനിക്ക് മിണ്ടാൻ പറ്റായിട്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നത്. ഇന്നലെ ഇപ്പൊ ഒരു നാവിയൊക്കെ പിടിച്ച് സെറ്റായി. ഹോട്ടലില് ഒരു മാനസ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ കയറി ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പൊ ആ ഹോട്ടലിലെ പുള്ളി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ആ കേരള സേവ് വന്നു ചോദിച്ചു, കേരളത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു അതെ. പുള്ളി അടുത്ത ചോദ്യം എന്നോട് ഇങ്ങോട്ട് മലയാളം അറിയുമെന്ന് മലയാളത്തിൽ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ കത്തി, ഓക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് കുറെ വർത്തമാനം പറഞ്ഞ് പുള്ളി 7 കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു, 7 കൊല്ലം പുള്ളി അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് പുള്ളി ഹോട്ടൽ ഉണ്ടാക്കിയത്. കുറെ കഥകളൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മുതലാളി ഭയങ്കര സൂപ്പർവെൻഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടീവാണ്, ഇപ്പോഴും വിളിക്കും. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞ് പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുത്ത നേരത്ത് പുള്ളി കൈ തട്ടി വെച്ച് ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ്. ഇതെല്ലാം ഹൈലൈറ്റ് ഇതെല്ലാം മലയാളത്തിലാണ് പറയുന്നത്. ഇതിലിപ്പോ മറ്റേ സിനിമയിൽ പറയണ പോലെ മലയാളി ഏതാ ബംഗാളി ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയിൽ പോയി. എന്നോട് പുള്ളി മലയാളത്തിൽ പറഞ്ഞൊരു ഡയലോഗാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എനിക്ക് അന്നം തന്ന നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഞാൻ പൈസ വാങ്ങില്ല എന്ന്, ഞാൻ കഴിച്ചതിന് ഭക്ഷണം പൈസ മേടിക്കില്ല എന്ന്. അതെന്നെ ശരിക്കും എന്താ പറയാ ഷോക്കാക്കിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കൈൻഡ് ഓഫ് ഷോക്ക് തന്നെയായിരുന്നു.
കാരണം ഞാൻ ആ ഒരു റിപ്ലൈ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രോച്ചാണ് എനിക്ക് കിട്ടിയത്. ഒരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളി പൈസ മേടിക്കണല്ലോ. പുള്ളി അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു 3-4 വർക്കേഴ്സിനെ കാണിച്ചു തന്നു പുള്ളിയുടെ. അവരെല്ലാവരും കേരളത്തിലുണ്ടായിരുന്നവരാ. മോസ്റ്റ് ഓഫ് ദം ഒരു 5 കൊല്ലം 4 കൊല്ലം മിനിമം വർക്ക് ചെയ്തവരാ. എല്ലാവർക്കും മലയാളം അറിയാം, അവിടെ വർക്ക് ചെയ്ത എല്ലാവർക്കും. അപ്പോ പുള്ളി ആ ഏരിയയിലെ കാര്യങ്ങൾ പറയാണ്. ആ ഗ്രാമത്തിലെ ഏകദേശം ഒരു 40-50% ചെറുപ്പക്കാരും കേരളത്തിലേക്കാണ്. അവരിപ്പോ ഇവിടെ എന്തേലും ഇവിടെ ഒന്നും ആയി കഴിഞ്ഞില്ല, പിന്നെ അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളമാണ്. അപ്പൊ ഒരു ഗ്രാമമാണ് ബേസിക്കലി. NH-ന്റെ സൈഡില് അവിടെ ഏരിയ മൊത്തൊരു വില്ലേജ് സെറ്റപ്പാണ്. സോ കേരളക്കാരെ അല്ലെങ്കിൽ സൗത്ത് പീപ്പിളിനെ ഞാൻ റീജിയൺ ഇത് വെച്ച് പറയരുത് എന്റെ പൊന്നു മക്കളെ. കേരളക്കാരെ വല്ലാണ്ട് എന്താ പറയാ, വല്ലാണ്ട് ഇവര് റെസ്പെക്ട് ചെയ്യുന്നു, വല്ലാണ്ട് അവര് ട്രീറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ റൈഡേഴ്സ് കൂടെ പോകുമ്പോ ഇവിടെ കയറാറുണ്ട്, ഞാൻ ആരുടെ അടുത്തൊന്നും പൈസ മേടിക്കാറില്ല, കേരളത്തിൽ നിന്ന് ആരും വന്നാലും ഞാൻ പൈസ മേടിക്കില്ല എന്ന്. സോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. പക്ഷെ അത് സ്കീമിലേക്ക് എത്തി. സോ അതൊക്കെയാണ് ഇന്നലെ നടന്നത്. ഇന്നലെ എനിക്ക് ഇന്നിപ്പോ ഫീലിംഗ് മച്ച് ബെറ്റർ, ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സിലിഗുരി എനിക്ക് അങ്ങനെ വഴി അറിയാമെന്നൊന്നും ചോദിക്കരുത്. ഞാൻ മാപ്പ് നോക്കാണ്ട് ഇന്നലെ രാത്രി വഴി കൂടെ ഒക്കെ ഞാൻ പോയത്, അതുകൊണ്ട് എനിക്കറിയാം. ഇത് സിലിഗുരിയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിവറുകളിൽ ഓർമ്മയായിരുന്നു. ഇത് സിലിഗുരിയിലെ വലിയ പുഴകളിൽ ഓർമ്മമായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്നായിരുന്നു. പക്ഷെ ആ സമയമൊക്കെ എൻ്റെ ഫോൺ ചത്തുപോയി, ചാർജ് കയറുന്നു. പവർ ബാങ്കാണ് ഞാൻ റൂമിൽ വെച്ചിട്ട് ഫോൺ മാത്രമേ എടുത്തുള്ളൂ. ഏറ്റവും ബിഗ്ഗസ്റ്റ് പുഴകളുടെ ഒരെണ്ണമാണ് ഇത്. മഴക്കാലത്ത് നന്നായിട്ട് ആക്റ്റീവ് ആവും എന്നാ പറഞ്ഞത്. ഞാനിന്ന് കാര്യം ഫുൾ സെറ്റാ, കണ്ടില്ലേ? കഴുത്തേ കൂടിയൊക്കെ സ്കാർഫൊക്കെ ഇട്ട്. ഇന്നലെ ഒന്നും ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് നിർത്തുന്നത്. അങ്ങനെ കൂടിയ വൈകുന്നേരം ആയപ്പോഴേക്കും ഇന്നിപ്പോൾ കഴുത്തേ കൂടെ സ്കാർഫൊക്കെ ഇട്ട് സെറ്റാ. ഓൾ ഗുഡ്. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ ഏത് റൈഡ് പോയാലും ഫസ്റ്റ് ഡേ അട്ടപ്പട്ടലം 3G ആവാറാണ് പതിവ്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് എന്തൊക്കെ മണ്ടത്തരം കാണിച്ചു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ആദ്യം മുതൽ എല്ലാം. ഇവൻ ബാഗ് കെട്ടണത് മെയിൻ. ഇന്നലെ ബാഗ് കെട്ടിയതൊക്കെ ഒരുമാതിരി അലങ്കോലമായിട്ട് എൻ്റെ റൂമിൽ എൻ്റെ ഷെൽഫ് കിടക്കണ പോലെയാണ് ഇന്നലെ ബാഗ് കെട്ടിയത്. പക്ഷെ ഇന്ന് അത്യാവശ്യം പ്ലാൻഡ് ആണ്. പക്ഷെ ഫ്രീ ഹാൻഡിൽ റൈറ്റിലേക്ക് ചെറിയൊരു ചായകളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒന്ന് എയർ അടിക്കണം. ഒബിയസ്ലി പെട്രോൾ അടിക്കണം. പെട്രോള് സിക്കിമിൽ 102 രൂപയാണ്. ഇവിടെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കണത്. ഞാൻ അടിക്കണോ വേണ്ടയോ? 1000 രൂപയ്ക്ക് അടിച്ചിട്ട് പിന്നെ ബാക്കി സിക്കിമിൽ പോയി അടിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ നോക്കാം. ബാക്കിൽ ഓരോ ഹോൺ അടിച്ചടിക്കണ്ടല്ലോ. എൻ്റെ ബാഗ് വരെ താഴെ പോയാൽ തുറന്ന് കോമഡി അടിച്ചോണ്ടിരിക്കുകയാണ്. സിലിഗുരി ടൗൺ വിട്ട് നമ്മൾ ഏറെക്കുറെ ഒരു ഡാർജിലിംഗ് ഒരു മൊണാസ്ട്രിയുടെ ആർച്ചാണ്. അപ്പോൾ 2 മിനിറ്റ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. വണ്ടി ഇവിടെ ഇരിക്കുന്നു. എവരിതിങ് സെറ്റ്.
ആൻഡ് യെസ്, ഒഫീഷ്യലി ഡാർജിലിംഗ് റൂട്ടിലേക്ക് കയറിയിരിക്കുന്നു. ഓ, എന്തൊന്നില്ലാത്തൊരു സുഖം. കഴിഞ്ഞ 3-4 മാസം ആ കോൺക്രീറ്റ് കാട്ടിനുള്ളിൽ കിടന്നിട്ടേ പെട്ടെന്നൊരു ഒരു വിൽഡർനെസ്സിലേക്ക് വന്ന പോലെ ഒരു ഫീല്. ഓ, ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം. കണ്ടാറങ്ങനായിട്ട് വെറുതെ വില 15 കാണും. ഇവിടെ പിന്നെ ആന ഇറങ്ങണോണ്ട് ക്യാമ്പിങ്, ഞാൻ ക്യാമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആർമിക്കാർ ചവിട്ടി ഇറക്കി വിടും മിക്കവാറും. അത് മറ്റൊരു വിഷയമാണുണ്ടേ. ഞാൻ അട്ടി വഴി വലിയ വിഷയമില്ല. കടന്നു പോവാം. നൈസ്. Welcome to Darjeeling. ഡാർജിലിംഗ് ഏത് കാട്ടിലേക്കാണോ, മേലേക്കാണോ താഴത്തേക്കാണോ? മേലേക്കാണോ? മലകയറ്റം തുടങ്ങി. ബൈക്കിന് പാസ് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല. I'm feeling so better. Om Mani Padmeham. Nice. Yes. Oh man, Pulimotambadi. എല്ലാ വീട്ടിലും അർജന്റീന, പോർച്ചുഗൽ സൗണ്ടുണ്ടല്ലോ. പറഞ്ഞ ഫുട്ബോൾ എന്താ മസി പോട്ടെ. മെസ്സേജ് ജയിച്ചു കാണും അല്ലേ? ആര് ജയിച്ചപ്പോ എനിക്കെന്താ. Yes. ഈ റോഡ് നമ്മുടെ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ കാണാത്ത പോലത്തെ റോഡാട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത കൈൻഡ് ഓഫ് റോഡ്. ഈവൻ ടേണിംഗ് ആണെങ്കിൽ പോലും ഒരു രസമുണ്ട്. എനിക്കൊരു ടിബറ്റൻ ഫ്ലാഗ് മേടിച്ചു കേട്ടോ. ഞാൻ ഇതുവരായിട്ട് ടിബറ്റൻ ഫ്ലാഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫ്രം ദി ആക്ച്വൽ പ്ലേസ് മേടിക്കുന്നത് നല്ലൊരു സുവനീർ ആയിരിക്കും. ക്വാളിസൊക്കെ കാരണം കേട്ടെന്ന് പുല്ല് പോലെ കയറണം. ഇത്രയും വർഷം കഴിഞ്ഞ വണ്ടിയാണെന്നൊരു ചിന്തയില്ല. വയസ്സായതുപോലെ ചിന്തയില്ല. കീപ് ഡാർജിലിംഗ് ക്ലീൻ. ഓഫ് കോഴ്സ്. ഇതൊക്കെ ആരെങ്കിലും വൃത്തികേടാക്കുമോ? വൃത്തികേടാക്കുന്നവൻ മനുഷ്യനല്ല. എൻ്റെ ചെവി അതിനെടുക്കണ്ട. ചെവി മീൻസ് ചെവിയുടെ ഉള്ളിലല്ല, ഈ ഹെൽമെറ്റ് ഇരിക്കുന്നിടത്ത് എന്തോ ഒരു പാഡ് മടങ്ങി കിടപ്പുണ്ടെന്ന്. ഓ, എവിടെ നോക്കിയാലും ടിബറ്റൻ ഫ്ലാഗ്. മോനെ. ഓ മണി പത്മേഹം. Wherever I look, ഓ മണി പത്മേഹം. Mojo is doing amazing. Simply amazing. മോജോ മുത്താണ്. മിക്കവാറും എടുത്ത് വായിലേക്ക് ഇടുമ്പോഴേക്കും പണി തരും. ഐ ലവ് കുർസിയോങ്. മുകളിലേക്ക് ഇത് സൂപ്പർ കോട വരുന്നുണ്ട്. സൂപ്പർ കോട. മുകളിൽ ഫുൾ പൊളിമൂട് അമ്പാടിയാണ്. എൻ്റെ മോനെ ഞാൻ തകർക്കും.
ഞാൻ തൽക്കാലത്തിന് ഗ്ലൗസ് ഊരി വെച്ച്, കാരണം റോഡിൽ പലയിടത്തായിട്ട് നിർത്താൻ തോന്നുന്നു. എന്താ പറയാ, പോകാൻ തോന്നല്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂഡ്. അതുകൊണ്ട് ഗ്ലൗസ് ഞാൻ ഊരി വെച്ച്. നല്ല തണുപ്പ് തുടങ്ങി. അത്യാവശ്യം ഞാൻ താഴെ നിന്നതിനേക്കാളും തണുപ്പ് കൂടി, അല്ല നല്ല തണുപ്പായി. കയ്യിലിപ്പോ കുത്തിക്കയറി തുടങ്ങി ചെറുതായിട്ട്. ഗ്ലൗസ് ഇടേണ്ടി വരും മിക്കവാറും. യാ മോനെ, കോട 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 കോട, there is the കോട. ഓ എവരിവെയർ കോട. കോടയുടെ കൂടെ കോട എന്നാണ്ട് പൊക്കെയുണ്ട്. ഈ മലയുടെ ചെരുവിലൊക്കെ ആൾക്കാർ താമസിക്കണ കാര്യം ആലോചിക്കുമ്പോഴേ എന്ന് വെച്ചാൽ ഇത്രയും കുത്തനെ കയറ്റത്തിന്റെ സൈഡില് നോർമൽ ലൈഫാണ് ഇവര് ജീവിക്കുന്നത്. ആ ആർമി സൂപ്പർ ജീപ്പ്, അടിപൊളി. കുർസ്യോൺ, വെൽക്കം ടു കുർസ്യോൺ കോക്കനട്ട്. മഹാനദി സിൽഗുരി കുർസ്യോൺ. ഡാർജിലിംഗ് 33 കിലോമീറ്റർ. വെൽക്കം ടു ദ ക്യൂൻ ഓഫ് ഹിൽസ്. ഓ യെസ് മാൻ, ഡാം. നല്ല തണുപ്പ് എന്റെ പിന്നെ, നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല തണുപ്പ്. ഞാൻ ജാക്കറ്റ് തുറന്നു വിട്ടേക്കണം, എന്റെ പൊണ്ടോരം ജാക്കറ്റ് തുറക്കണ്ടോ. നല്ല തണുപ്പ്. ഓ ഇവരെന്തോ വേറെ എന്തോ പേരാ പറയണേ ഇവിടെ. കുർസ്യോങ് എന്നല്ല, ഇവരെന്തോ കസോങ്ങോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ഞാൻ ആ നേരത്തെ വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞ പയ്യൻ അവനെന്തോ എന്നോട് ആദ്യം അങ്ങോട്ട് പോവാണോ എന്നാ ചോദിച്ചത്. കസ്യോ അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു കുർസ്യോങ് എന്ന് പറഞ്ഞു. നമുക്ക് വായിക്കാനല്ലേ അറിയുള്ളൂ, അങ്ങനെ വായിക്കാനല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ കുർസ്യോങ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുർസ്യോങ് അല്ല ഖോസ്യോ ഖോസോ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞേ. കുറച്ചേറെ ശുദ്ധമായി ശ്വസിക്കട്ടെ. Hi riders everywhere. Ta-da. Yes, much better. കയ്യിന്റെ വിഷമം മാറി, കഴുത്ത് കൂടെ സ്കാർഫ് യൂറ്റി. ഇനി സെറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ കാർമേഘമായിട്ട് തോന്നുമെങ്കിലും കാർമേഘമല്ല. കോടയാ കോട കോട, മഞ്ഞ് കിടക്കൂ. പിന്നെ കിടക്കാതെ റെയിൽവേ പാളത്തിൽ ചെരിച്ചുകൊണ്ട് കയറുന്നത് എനിക്കത് കൽക്കത്തയിൽ വെച്ച് മനസ്സിലായതാ. നമ്മൾ ഒരിക്കലും ലീൻ ചെയ്തുകൊണ്ട് റെയിൽവേ പാളത്തിൽ കൂടെ കയറാൻ നിൽക്കരുത് ഈ റോട്ടിലുള്ള ട്രാമിന്റെ. കാരണം അത് ചെറിയൊരു നനവ് പാളത്തിലോ വെള്ളത്തിലോ ഉണ്ടെങ്കിൽ മലർന്നടിച്ച് നിലത്ത് കിടക്കാം. സ്റ്റിക്കർ ആവാം റോട്ടില്. ഞാൻ ആക്റ്റീവയും കൊണ്ടൊരു സ്റ്റിക്കർ ആയില്ല, ആയേനെ. എന്താ ഞാൻ ചവിട്ടി നിർത്തി. എന്നാലും നീ മറഞ്ഞല്ലോ, എൻ കണ്ണീരിൽ പിറന്നല്ലോ, എങ്ങെല്ലാമേ തിരഞ്ഞല്ലോ, നീ എങ്ങോ പോയെന്താവോ. ഓരോരോ വെണ്ണിലാവത്ത് ഏതേതോ പൊൻകിനാവത്ത് എൻ നെഞ്ച തൊന്നണഞ്ഞാൽ മൺചിരാതാ നീ തെളിഞ്ഞാലോ എന്താ. സോ യെസ്, ഓൾമോസ്റ്റ് ഡാർജിലിംഗ് എത്തി. എന്താണ് ഖൂം എന്ന് പറഞ്ഞ സ്ഥലം, എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ കൂടി ഡാർജിലിംഗ്. ഇപ്പോൾ ഇവിടെ നിർത്തിയത് ഇതൊരു മറ്റേ ട്രെയിൻ സ്റ്റോപ്പാണ്, ട്രെയിൻ സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. ഡാർജിലിംഗ് റെയിൽവേസിൻ്റെ മറ്റേ ടോയ് ട്രെയിനില്ലേ ഡാർജിലിംഗ്, അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ.